അലീന ഒരു ദിവസം എന്റെ എങ്ങനെ കടന്നു വന്നത് കാണിച്ചുതരാ. അലീന എന്നോടാ. അലീന കുറച്ച് അടി കൊള്ളട്ടെ. ഒരു വള്ളി ഇല്ലാത്ത ദിവസം എങ്ങനെയാണ് നിന്റെ? എനിക്ക് അതാണ് കാണേണ്ടത്. അതത്രേ അലീന. ഓ നമ്മൾ ഇന്റൻഷനലി വള്ളി എടുക്കൂലേ? ഞാൻ ഇന്റൻഷനലി വള്ളി എടുക്കൂല. നേരത്തെ നിന്നെ ആരാണ് തൊട്ടത്? ആരെന്നെ തൊടാൻ? അലീന ഞാൻ വരട്ടെ. എന്റെ ഒരു കാറുണ്ട്, അത് 4 കോടിക്ക് വിറ്റ് കഴിഞ്ഞാൽ അലീനക്ക് 2 കോടി തരാം. അലീന ആവുമ്പം ആൾക്കാര് മനസ്സിലായോ? പെമ്പിള്ളേരാകുമ്പോഴത്തേക്ക് മനസ്സിലായോ? ആ ഒരു സോഫ്റ്റ് കോർണറിൽ വന്നങ്ങ് എടുക്കും. മനസ്സിലായോ? ഓ അലീന റേഡിയോ 100 കണക്ട് ചെയ്യും. 100 എന്നിട്ട് അലീനെ പറ്റിക്കാൻ ജിപേ നമ്പർ ഇട് ബ്രോ. സ്ക്രീനിലുണ്ട്. സ്ക്രീൻ. ഹലോ എടാ, ഞാനെന്ന് ഇറങ്ങുവാണേ. മെത്ത് കുക്ക് ചെയ്യാൻ പോവാ. ശരി. അയ്യോ, മെത്ത് കുക്കിംഗ് കണ്ട പറ്റിച്ചുണ്ടാക്കുന്ന പൈസ. 100 കണ്ട് എന്നിട്ട് /RN അങ്ങനല്ലോ. T/RN കുമാരൻ. എന്റെ ഒരു കുമാരൻ. ഞാൻ കുമാരി. കുമാരി എന്നൊക്കെ ആരെങ്കിലും കുമാരി കുമാരി എങ്ങനെ മാറ്റണേ? T/RN കുമാരി. ടോമേ പറയടാ. ഇത് സക്സസ് ആണ്. ഇത് സക്സസ് ആയ 2 കോടി അല്ലീന. 2 കോടി. ടോമേ, ഞാനൊരു വണ്ടി വിൽക്കാനുണ്ട്, നിനക്ക് വേണോ? ഒരു മിനിറ്റ്, ഞാൻ ഡീറ്റെയിൽസ് നിനക്ക് ഇപ്പൊ അയക്കാം. വേണ്ടോ? അവനറിയാം സ്കാമാന്ന് അവനറിയാം. അല്ല, ഞാൻ ഇതിലുണ്ടെന്ന് അറിയത്തില്ലല്ലോ. ഓ അത് ശരിയല്ലേ. ഇത് പറയുന്ന RN റേഡിയോ മാറ്റ്. ഇത് വലിയ തലത്തിലുള്ള കളികളാണ് ഇതൊക്കെ. ഇത് അലിനെ പോലുള്ള അത് 2 കസ്റ്റമേഴ്സ് ആണ്. ചെന്ന് നൈസ് ചോദിച്ചു നോക്കിയേ. വണ്ടി ഏതാണെന്ന് പറയോ? ഏത് വണ്ടിയാ വിക്കുന്നേ? വണ്ടി ഡീറ്റെയിൽസ് പോർഷെ 911. ഓക്കേ. ഒരു ഗണ്ടിയിലിങ്ങനല്ല പോതാ. തോക്കുമ്പോ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് മാറ്റ്. വണ്ടി ഇട്. ഒന്നുമില്ല ബ്രോ, ഒന്നുമില്ല. ഞാൻ ഹായ് ബ്രോ എന്ന് പറഞ്ഞപ്പോഴേ തട്ടിപ്പ് വല്ലോ ആണോ പറയാന്ന്. ഞാൻ പിന്നെ എന്തേലും പറയണോ ഇനി അവിടെ? എന്റെ ശബ്ദം കേട്ട് ഞാനാണെ വണ്ടി പോലെ ഇത് അലീന ഒറ്റയ്ക്ക് ഇത് വിൽക്കണം. മനസ്സിലായോ? ഞാൻ വണ്ടി ഇറങ്ങിയാലേ തട്ടിപ്പാതിടും. ഇനി കുമാരി എന്നാക്കിയ പേര്. വണ്ടി എവിടെ പോയി? മുതുക്കുവരുന്നു പോട്ടെ. ഈ വണ്ടി ഇന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ടല്ലേ എന്റെ സ്വഭാവം മാറുന്നത്. അത് കൺഫേം ചോദിച്ചു നോക്ക്. ഇല്ല ഇത് കളയൂല. ഇത് കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നിപ്പോ പ്രശ്നമാണ്. ഞാൻ ഇപ്പൊ പോവല്ലേ VC-യില്. ഇത് അവിടെ എത്തിട്ട് നമുക്ക് നോക്കട്ടെ. ഓരക്കണ്ണാലേ ഓളങ്കാട്ട് അതൊക്കെ എന്ത് പാട്ടല്ലേ? സത്യം പാടിക്കൊളാക്കാതിരുന്നാ മതി. പണ്ടൊരു ജൂപ്പിറ്റർ മഴ പാടി എപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ അതിനുശേഷം ആ പാട്ട് ജീവിതത്തിൽ ആരും കേട്ടിട്ടില്ല. വിളിക്കട്ടെ വണ്ടി വിളിക്കട്ടെ. വണ്ടി പിന്നെ എങ്ങനെ ഇവിടെ നിൽക്കുന്നത്? അവെന്താ പറഞ്ഞ? ഞാൻ കേട്ടില്ല. പീഡി ഇൻബൗണ്ട് ചെയ്തേട്ടാ. വന്നേ ചുമ്മാ അല്ല. അത് ചോദിക്കണല്ലോ. അത് ചുമ്മാ ഇമ്പോണ്ട് ചെയ്യാൻ പറ്റുമോ? ആ മഞ്ഞാണ് കേട്ടോ എന്നെ അടിച്ചവൻ. അവൻ ഇറങ്ങി അവനെ അടിച്ചാൻ കൊല്ലും. പക്ഷെ വേണ്ട, ഫൈറ്റ് വേണ്ട ഇന്ന്. വേണ്ടല്ലേ? സത്യം. എന്തിനാ വെറുതെ ഇടി അത്ര
GVX Bellari bitches. എന്താ ബ്രോ റേസ് ആണോ? ഇടിച്ചിട്ടിട്ട് പോയടാ. ആരിടിച്ചിട്ട്? അവനെ പിടി. അങ്ങെത്തി. അവന്റെ രഥം 10 അടി പുറകോട്ട് നീങ്ങിയപ്പോ മനസ്സിലായല്ലേ അവൻ അത്ര സാധാരണക്കാരനല്ലെന്ന്. സൂര്യപുത്രൻ വൈകർണൻ കണ്ണൻ. ആര് ചോദിക്കാൻ? വെറുതെ നിർത്തിയിട്ടേക്കുന്നു വണ്ടി. കണ്ണാപ്പി നീ ഇങ്ങനെ അല്ല. ഇല്ലില്ല, ഞാൻ സിറ്റിസൺ വള്ളി എടുത്തു കഴിഞ്ഞാൽ ഞാനും അലിനെ ഇവിടെ പുഴുത്ത സൈഡിൽ കിടന്ന് ചത്ത് കിടക്കും. അതിന് പീടി എവിടാന്ന് പോലും അറിഞ്ഞൂടാ. ഇതാണല്ലേ പീടി? അത് വേറെ പിടി, അത് 2 വർഷം മുമ്പ്. ഞാൻ ഇന്നലെ വരെ 1 മണിക്കൂറിനുള്ളിൽ വെല്ല കുളിച്ചിട്ട് വന്ന ഞാൻ പോയി സംസാരിക്കട്ടെ. അത് വേറെ ചുറ്റും. അയ്യോ, പനി തുടങ്ങിയ തോന്നുന്നു, വീണ്ടും തുമ്മല് തുടങ്ങി. നിന്റെ വണ്ടിയല്ലേ? ഹലോ, ഒരു വണ്ടി എടുക്കാനുണ്ടായിരുന്നു, ഇമ്പോണ്ട് ചെയ്ത് പോലീസുകാര്. അത് പോർഷ് വണ്ടിയാണോ എന്നൊക്കെ നമ്മള് തീരുമാനിക്കും. വെഹിക്കിള് പോർഷെ. അത് കൊള്ളായിരുന്നു, അത് അവന് കിട്ടി കേട്ടോ. അവൻ ഈഗോ ഹർട്ടായി. അവൻ ഈഗോ കൊള്ളണം. നമ്പർ പ്ലേറ്റ് 5 വട്ടം ഞാൻ തെറ്റിച്ചു പറയാം. അവൻ കുറച്ചേരം അവിടെ നിന്ന് ഉന്തട്ടെ. സാർ നമ്പർ പ്ലേറ്റ് വേണോ? പറഞ്ഞു 7 JL G22 YZ. എന്താണ് സാർ തെറ്റി? ശരി സാർ, പോട്ടെ. നമ്പർ പ്ലേറ്റ് ഒക്കെ ചുമ്മയാണോ സാറേ? 1 ലിറ്റർ പെട്രോൾ ഉണ്ടോ? സാറേ 1 ലിറ്റർ പെട്രോൾ ഉണ്ടോ? അല്ല വേണ്ട, ഈ സാറിന്റെ ഇതൊക്കെ പെട്രോൾ മേടിച്ചാലേ വണ്ടി നീങ്ങത്തുമല്ലോ. ഈ രഥം ഒരടി പിന്നോട്ട് നീങ്ങും. രഥം നീങ്ങുന്നില്ലല്ലോ. ഇറങ്ങി തള്ള ഇറങ്ങ. നമുക്ക് മറ്റേ വണ്ടി വാടക എടുക്കാൻ പോവാ. നമ്മുടെ മറ്റേ വണ്ടി കിടക്കണല്ലേ രഥം? നമ്മള് ഞാൻ ഇച്ചിരി അഭിമാനിയാ, തെണ്ടി മേടിക്കൂല. ഹലോ മാഡം, കുറച്ച് പെട്രോൾ തരുമോ? കേട്ടാ ഇത് പമ്പല്ല, പീടിയാണ് ചെയ്തേക്കുന്നത്. പീന്ന് കാണുമ്പോ പെട്രോൾ സ്റ്റേഷൻ വിചാരിക്കരുത്, പീടിയാണ്. ആര് ചോദിക്കാൻ പറഞ്ഞു? ഇതാരാണ്? എനിക്കറിഞ്ഞൂടാ ഇവരൊന്നും. Madam, for now I do not have. If you want, we can go petrol pump and fill petrol. വണ്ടി തല വെച്ചോണ്ടോ നമ്മള്? കുറച്ചാളെന്റെ DGP ആയിരുന്നു, പ്രൊമോഷൻ തരാത്തതിന്റെ എല്ലാം ഇതുണ്ട്. ആരാ? വേണ്ട ചുമ്മാ ആരാ വള്ളി ഇതിനൊക്കെ അടിച്ച് എവിടെയും ഇടും നമ്മളെ. ഇനി ഫെയർ പ്ലേ ഇട്. പോർഷെ ഫോർ സെയിൽ അറ്റ് റോൾ പ്ലേ. റോൾ പ്ലേ അല്ല, ലോ റേറ്റ്. പോർഷെ ഫോർ സെയിൽ അറ്റ് ലോ റേറ്റ്. കണക്ട് റേഡിയോ 100.
ഇത് കണ്ണാപ്പി ഇത് ഏതിനിടണ്ട FP SP അല്ല അത് സൂപ്പറുണ്ട് ഇത് FP അല്ലേ P പായസത്തിന്റെ P ഇപ്പുറത്തെ സൈഡിൽ വണ്ടി ഉണ്ടോ അതാകുമ്പോഴേ ഇതേ മറ്റവന്മാരെടുക്കും ഞാൻ പോയി എടുത്തിട്ട് വരാവേ ഹലോ മിണ്ടാൻ പറ്റൂല ട്ടാ കുമാരക്കു ഹലോ റെസ്പോണ്ടി പോർഷ ഉണ്ടെന്ന് പറ ഷൗട്ടിങ് ആയിട്ടേക്കുന്ന ഹലോ പോർഷ ഉണ്ടെന്ന് പറ ഏ പോർഷ റേഡിയോ കണ്ടിട്ട് പോർഷ ഉണ്ടെന്ന് പറ ഹലോ ബ്രോ കേക്കാവോ ഹലോ എടാ പോയടാ പോർഷെ ഫോർ സെയിൽ അറ്റ് എന്ന് പറയുന്നത് പോർഷെ ഫോർ സെയിൽ അറ്റ് റേഡിയോ മാറ്റി 85 ആക്കി റേഡിയോ 85 പോർഷെ ഫോർ സെയിൽ അറ്റ് ലോ റേറ്റ് 85 റേഡിയോ 85 ഇത് എന്റെ മനസ്സുണ്ട് ഇത് വിൽക്കും ഇത് ഏതായാലും പൊട്ടം വന്നെടുക്കും എന്റെ തലവെട്ടം കണ്ട ആരും എടുക്കത്തില്ല അതുകൊണ്ട് ഞാൻ എടുക്കൂല ഇത് എന്തുണ്ടെങ്കിലും ഡീലാവുന്നതിന്റെ അടുത്ത് ഈ ലൊക്കേഷനിലോട്ട് വരാൻ പറഞ്ഞാൽ മതി ഞാൻ ഈ വണ്ടിക്കകത്തിരിക്കുവേ ബാക്ക് സീറ്റില് ഓക്കെ അലീനെ ഫുൾ ഡീൽ നടത്തിക്കോണേ ഞാൻ ബാക്കിലോട്ടിരിക്കാവേ ഞാൻ അപ്പുറത്ത് കേറട്ടെ എന്തിന് ഇപ്പുറത്ത് കയറുന്നത് ആദ്യം ഇത് സാധനം ഇട് ഞാൻ ഇടാ വെയിറ്റ് ചെയ്യാം 85 കയറ് ഹലോ മച്ചാനെ കേറി വേടം കേറി ഞാൻ 5M ഇറങ്ങുന്നു 5M ഇറങ്ങുന്നോ അല്ല ബ്രാ അല്ലേ ഹലോ ബ്രോ കേട്ടോ ഓക്കെ മൂഞ്ചി കേട്ടോ ശരി കേക്കുന്നുണ്ടല്ലോ അറ്റേ കുമാരി സംസാരിക്ക് ഹലോ ബ്രോ ഹലോ ആ പറ ബ്രോ ബ്രോ പോർഷെ വാങ്ങാൻ ഹലോ പറഞ്ഞോ കുട്ടി ബ്രോ ഇതാണ് നല്ല വണ്ടി നല്ല കണ്ടീഷനിലാണ് 4 കോടിയാണ് ചോദിക്കുന്നത് 4 കോടിയോ കാണാൻ വേണ്ടി പീഡിയുടെ പുറയിലെന്ന് പറ 7243 ബ്രോ പീഡിയുടെ പുറകെ 7243 വാ ഹലോ കേക്കാവോ വണ്ടിക്ക് എത്ര 4 കോടിയോ 4 ഒറിജിനൽ പ്രൈസ് 6 കോടി ഒറിജിനൽ പ്രൈസ് 6 ആണേ അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് 20 കോടി അപ്പൊ 4 കോടിന്റെ വണ്ടി കിട്ടി എന്റെ അല്ല ഞങ്ങളത് 6 കോടിക്കാ വാങ്ങിയത് അല്ല ഇതിപ്പോ ഞാൻ നോക്കുന്ന പോർഷ ഇതാണ് ഏറ്റവും അപ്ഗ്രേഡ് ഏറ്റവും ടോപ്പുള്ള പോർഷ 911 ആണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റൂലല്ലോ അല്ല ആ സെയിം തന്നെയാണ് ബ്രോ വണ്ടി കണ്ടു നോക്ക് ബ്രോ ഒന്ന് കണ്ടു നോക്ക് അപ്പൊ എങ്ങനെ ബ്രോ അതല്ല എന്റെ ചോദ്യം അതല്ലേ അപ്പൊ എങ്ങനെ ബ്രോ എങ്ങനെ ഒരു ഇതിന് വാങ്ങി 4 കോടിക്ക് എങ്ങനെ വാങ്ങി 6 കോടിക്ക് പണ്ട് സിറ്റി വന്ന ടൈമിൽ 6 കോടിയാന്ന് പറ വന്ന ടൈമിൽ വാങ്ങിയതാണ് 6 കോടി അല്ല എന്റെ സെയിം വണ്ടി ഉണ്ട് എനിക്കൊന്നും ബ്രോയ്ക്ക് ഇപ്പൊ ഈ വണ്ടി വേണോ വേണ്ട എന്താണ് അല്ല എനിക്ക് വേണ്ട വേണ്ടെങ്കിൽ ഇറങ്ങി പോടാന്ന് പറ റേഡിയോ അല്ല പിന്നെ വെയിറ്റ് അവന്റെ കോച്ച് പോർഷെ ഇന്നോവ ഫോർ സെയിൽ കണക്ട് 85 ഇപ്പൊ ഈ റേഡിയോയിൽ ആള് വരുവേ സംസാരിച്ചോണേ പറ ഈ വണ്ടിക്ക് ഇതിന്നും വിലയല്ലേ 20 കോടിയാണ് വണ്ടിയുടെ വില അതല്ലേ അലീനെടുത്ത് നേരത്തെ അതൊക്കെ ഒരു വലിയ കഥയാണ് ഹലോ ബ്രോ ഹലോ വണ്ടി സെയിലുണ്ടോ
ആ വണ്ടി സെയിലിനുണ്ട് ബ്രോ. ഏതാണ് ഏതൊക്കെയുണ്ട് ബ്രോ? പോർഷെ മാത്രം മതി. ആ ഇപ്പൊ അതാണ് ഉള്ളത്. ബാക്കി രണ്ടുപേര് പറഞ്ഞു വെച്ചേക്കുവാണ്. ബ്രോക്ക് അതാണോ വേണ്ടത്? ഒറിജിനൽ പ്രൈസ് 6 കോടിയാണ്. 4 കോടിയാണ് ഇപ്പൊ നമ്മള് ചോദിക്കുന്നത്. എന്താ ബ്രോ? ഫോർച്യൂണർ അല്ല, അതുപോലെ ഇരിക്കുന്ന ഒരെണ്ണം ഒപ്പിച്ചേരാന്ന് പറഞ്ഞ അവന്റെ അടുത്ത്. അതിപ്പോ ഇല്ല ബ്രോ. അതുപോലെ ഒരെണ്ണം വേണമെങ്കിൽ ഒപ്പിച്ചുതരാം. അതിപ്പോ ഇല്ല. പോർഷെ ഉണ്ട്, പോർഷെ ഉണ്ട്. ലൊക്കേഷൻ 7243. ഞാനൊരു R34 ട്രേഡ് ചെയ്താൽ തരുമോ? എന്ത് ബ്രോ? ചെയ്യുന്നറ 7243 വാ. 7243 പിഡിയുടെ ബാക്കിൽ എളുപ്പം പറ. പിഡിയുടെ ബാക്കിലാണേ. ഓടി വരുമ്പോഴേ നേരെ വരുമ്പോഴേ അവന് വണ്ടി വിൽക്കുക, അവന്റെ വണ്ടി മേടിക്കുക. മനസ്സിലായ? അത് കൊള്ളാം. എന്റെ പൊന്നലീന, കൂടുള്ള പാർട്ണർ വിശ്വാസമല്ലേ? ഈ വണ്ടി അവൻ കാണുമ്പോഴേ ഇംപ്രസ് ആവും ഇല്ലേ? ഈ വണ്ടി എങ്ങനെയുണ്ട്? അലീനാണെങ്കിൽ വണ്ടി മേടിക്കും, അത് പറ. ഞാൻ വാങ്ങും, കണ്ണും പൂട്ടി അത്രേ ഉള്ളു. അങ്ങനെ പറ. പെട്രോൾ അടിച്ചായിരുന്നോ നീ? ആറ് ഹലോ, കീയൊക്കെ കൊടുക്കാം. ബ്രോ ഇത് 4 തരുമല്ലോ. 4 തരാം. ഒരു വണ്ടി ട്രേഡ് ചെയ്താലോ? ബ്രോയുടെ വണ്ടി ഏതാ? അല്ല, അത് എന്റെ കൂടെ ഉള്ള ആളാണത്. അപ്പം ആളടുത്തും കൂടെ എനിക്ക് ഓക്കെ ബ്രോ. ഓക്കെയാണ് ട്രേഡ് ചെയ്യാം. എന്റെ പേര് കുമാരി. കുമാരിയാ? ഇത് വിറ്റാ വിഷയമായിരിക്കും കേട്ടാ. അല്ലെങ്കിൽ ഒരു 50 ലക്ഷത്തിനാണെങ്കിൽ തരുമോ ഈ വണ്ടിയോ? അതെ. ഈ വണ്ടി 50 ലക്ഷത്തിനോ? 4 കോടിക്ക് ചോദിക്കുന്ന വണ്ടി 50 ലക്ഷത്തിന്. ഞാൻ ഒരു മണ്ടനല്ലേ, ഞാൻ ആ റേഡിയോയിൽ സംസാരിച്ചല്ലേ ബ്രോ. നമ്മള് വാങ്ങിയ സമയത്ത് 6 കോടിയാണ്. ഇങ്ങനത്തെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടേ. ഒരാളെ ബ്രോ ഇതിപ്പം ഓക്കെ ആണെങ്കിൽ മതി. അല്ല, ഞാനതിപ്പോ എന്ത് ചെയ്യാനാ? പ്രൂഫ് എന്ത് ചെയ്യും? ഇതിപ്പോ എന്റെ വണ്ടിയാണ്. എനിക്കിപ്പം കാശിന് കുറച്ച് അത്യാവശ്യം ഉള്ളത് കൊണ്ട് ഞാൻ വിൽക്കുന്നു. ഞാൻ 6 കോടിക്കാ വാങ്ങിച്ചത്. ഒന്നെങ്കിൽ ബ്രോയ്ക്ക് ക്യാഷ് തരാം, അല്ലെങ്കിൽ വണ്ടി ഏതായാലും സീനില്ല. അപ്പൊ ആദ്യം എന്റെ പേരിലോട്ട് ഇടും, എന്നിട്ട് ഞാൻ എന്റെ വണ്ടി തരാം. അത് എനിക്ക് ആളോട്, എന്റെ കൂടെ ഉള്ള ആളോട് ചോദിക്കണം. കാരണം എനിക്ക് ഓക്കെ. അമരൻ വണ്ടി ലോക്ക് ചെയ്തിട്ടുണ്ടോടാ നീ? അല്ല ബ്രോ, പോർഷെ ഓ പോർഷെ ഗുണ്ടു കുഞ്ഞുമോളെ എവിടാണ്? 7243. എന്റെ അന്നൂച്ച വന്നു. റേറ്റ് എത്രയാ? എന്നെ കാണുമ്പോഴേ വണ്ടി എടുത്തു. 7243. അല്ല ബ്രോ, അല്ല
ആ ബ്രോ ഞാൻ AFK തന്നെ ഇപ്പൊ വന്നേ ഉള്ളേ. ഹലോ അമര ഇതാ ഒരാള് വണ്ടി ഒന്നെങ്കിൽ ട്രേഡ് ചെയ്യാം അല്ലെങ്കിൽ ആ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ആ വണ്ടി അയാളുടെ പേരിലാക്കിയിട്ട് ക്യാഷ് അങ്ങനെയാ പറയണേ. ആ ഓക്കെ ബ്രോ ഓക്കെ എത്ര തരും? എന്ത് ചെയ്യുന്നേ ബ്രോ? എന്താ എത്ര തരും ബ്രോ? അല്ല സംസാരിക്കാവോ? റേഡിയോയില ബ്രോ അല്ല റേഡിയോയിൽ അല്ലാതെ. ആരാ ഇവൾ? ഇത് അലീന അറിഞ്ഞൂടെ? അന്നൂസ് അലീന അറിയാലോ. ആ ഓക്കെ ബ്രോ ഓക്കെ ഞാൻ ബ്രോ ഒരു ഗ്യാരേജിലോട്ട് വരുമോ? ആ ബ്രോയുടെ R34 ഒന്ന് ഇത് ചെയ്തിട്ടെ. ബ്രോയുടെ R34 ഒന്ന് കാണിച്ചോ നമുക്ക് ഒരു 7-1 ചാൻസസ് ഗ്യാരേജ് ഉണ്ടാവും. 71-306. അയ്യോ ആ ബ്രോ ഹലോ. വണ്ടി വരട്ടെ ബ്രോ, വണ്ടി വരട്ടെ അപ്പൊ. ആ വണ്ടി വരട്ടെ ബ്രോ, വണ്ടി വരുമ്പോ അല്ല ബ്രോ അല്ലല്ല വണ്ടി വരട്ടെ. അല്ലെങ്കിൽ പിന്നെ അതാ വേറൊരാള് ക്യാഷ് തരാൻ വേണ്ടി ഇരിപ്പുണ്ട്. അല്ല ഇതില് വേറെ ആൾ കാശ് തരാൻ ഇവരെല്ലാം ഒന്നാണ്. അതാണ് വേറെ ട്വിസ്റ്റ്. ഇതില് ട്വിസ്റ്റ് വേറെ ഇവര് രണ്ടുപേരും ഒന്നാണ്. ക്രിസ് ഗോട്ടും ഡേവിഡ് ബെക്കാം ഇവരൊന്നാണ്. എന്താ ബ്രോ പറ്റിക്കാൻ ഇറങ്ങിയതാണോ? പറ്റിക്കാൻ ആ സ്ഥലം വിട്ടോ, ഇല്ല തലയിൽ ആണി കയറും. ഇത് സ്ഥലം വേറെയാ. എന്താ എങ്ങനെ പറയണം? ആ എന്റെ വാ സംസാരിക്കുന്നവരും ഇനി അടുത്ത എന്റെ കോടാലി ആയിരിക്കും നിന്നോട് സംസാരിക്കുന്നത്. വാ കുമാരി. നമ്മളോട് രണ്ടെണ്ണം ഇറങ്ങി പോടാ റേഡിയോന്ന്. എനിക്കറിയാവുന്ന ആൾക്കാരാണ് അതൊക്കെ. എനിക്കറിഞ്ഞൂടാ. ഒരു വാക്ക് ആദ്യം പറയണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെ അഭിനയായിരുന്നു. ഇതില് വേറെ ട്വിസ്റ്റ് പറഞ്ഞെ. 8 ലക്ഷത്തിന്റെ വണ്ടിയാണ് നമ്മൾ 4 കോടിക്ക് പോർഷെ എന്ന് പറഞ്ഞ് വിൽക്കാൻ നോക്കിയത്. എടാ നീ സൈഡിലൊന്ന് ഇറക്കോ? ഓക്കെ ഏ സൈഡില് മുതുകിലിറക്കല്ല. എന്നോട് എത്ര പ്രാവശ്യം ഞാൻ ചോദിച്ചു. എന്തിന്? എനിക്കറിയാവോ? പോട്ടെ അറിയടിച്ചല്ലേ അവര് നമ്മളെ അങ്ങ് പറ്റി ജീവിക്കാൻ നോക്കുന്നത്. ഓ നമ്മളെ ഉടായ്പ്. 8 ലക്ഷത്തിന്റെ വണ്ടിയാണോ? ഞാൻ അവിടെ വലിയ വായിൽ അലീന ഇത് ഞാൻ 8 ലക്ഷത്തിന്റെ വണ്ടി 8 കോടിക്ക് വിറ്റ്. അതിന് ശേഷം എല്ലാരും സ്കാം റിവീൽ ആയി. മനസ്സിലായോ? പക്ഷെ ഈ വണ്ടി ഒറ്റ ഓട്ടത്തിൽ കണ്ട പോർഷെ അല്ലേ? ഓ അതല്ലേ നമ്മൾ ഇറക്കിയത്. ഒരു ലെമ്പോയും വരുന്നുണ്ട് ഇതുപോലെ ഒറ്റ നോട്ടത്തിൽ കണ്ട ലെമ്പോ. ആ ഓക്കെ ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്, കുറച്ച് പള്ളിയൊക്കെ ഉണ്ട്. ഓക്കെ ഹലോ